ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ദിവസം തന്നെ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ പുതിയതായി ചാനൽ തുടങ്ങിയവർക്കും പുതിയ ചാനൽ ഉപയോഗിക്കുന്നവർക്കും എങ്ങനെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ കണ്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. അപ്പം നേരത്തെ കുറച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടല്ലോ ഒന്ന് കാണണം. പുതുതായിട്ട് ചാനൽ തുടങ്ങിയവരാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലർ ഷോർട്സ് വീഡിയോ മാത്രം ഇട്ട് പോകുന്നവരുണ്ടാവും, ചിലർ ലോങ് വീഡിയോ ഇട്ട് പോകുന്നവരുണ്ടാവും. ലോങ് വീഡിയോ ഷോർട്സ് വീഡിയോ ഇടുന്നത് 1 മിനിറ്റ്, 3 മിനിറ്റ്, 10 മിനിറ്റ് എന്നൊക്കെയാണ് തുടക്കക്കാർ കൂടുതലും ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ലോങ് വീഡിയോ ഇടുമ്പോൾ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് നിൽക്കാതെ ഏകദേശം ഒരു 5 മിനിറ്റിൽ കൂടുതൽ ഇടുന്ന വീഡിയോസ് ഇടാൻ വേണ്ടി നോക്കുക. ഞാൻ ഉൾപ്പെടെ തുടങ്ങിയ സമയത്ത് ഏകദേശം 1 മിനിറ്റ്, അര മിനിറ്റ് എന്നൊക്കെയാണ് ഇട്ട് പോകുന്നത്. നമുക്കപ്പോഴറിയത്തില്ല. എനിക്ക് ഒന്നും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടായിരുന്നു. എന്നാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും കണ്ടൻറ്റാണ് ആവശ്യം. ഒരു വീഡിയോ കേട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കണ്ടൻറ്റ് ആണ് കൂടുതലായിട്ട് ആവശ്യമായി വരുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറും വീഡിയോ കാണുമ്പോൾ ബോറടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് ഇവരിങ്ങനെ കൂടുതലായി ഇങ്ങനെ പറയുന്നത് വെച്ച്. അപ്പം അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയിട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട്, ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട്. വീഡിയോസ് ഇടുമ്പോൾ തന്നെ നമ്മൾ അര മിനിറ്റിൻ്റെ, 3/4 മിനിറ്റ്, 1 മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റ് എന്നുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതലും തുടങ്ങുന്ന സമയത്ത് ഇടുക. ഏകദേശം ഒരു കൂടി വന്നാൽ 3-4 മിനിറ്റ്. കൂടുതൽ പേരും, ഞാൻ എല്ലാവരും ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഉൾപ്പെടെ കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. 30 സെക്കൻഡ്, 40 സെക്കൻഡ്, 1 മിനിറ്റ് അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് വാച്ച് അവറിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. തുടങ്ങുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ടുള്ള സമയത്താണുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഏകദേശം ഒരു 5 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം വാച്ച് അവറിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ കിട്ടി വരുന്നതേ ഉണ്ടായിരിക്കുമല്ലോ. 4000 വാച്ച് അവറാണ് 365 ദിവസം കൊണ്ട് നമുക്ക് വേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തത്തില്ല. അപ്പം പെട്ടെന്ന് നമ്മൾ ഒരുപാട് വ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നല്ല കണ്ടൻറ്റുകളും 5 മിനിറ്റിൽ കൂടുതൽ വീഡിയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്കൊരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഇഷ്ടത്തോടെ കാണുന്നതുണ്ടല്ലോ. സിനിമ ആയാലും ശരി തന്നെയല്ല. അപ്പോൾ നമുക്കൊരു ബോറടിക്കാതെ കാണാൻ പറ്റുന്നതൊക്കെയാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൂടുതൽ യൂട്യൂബേഴ്സ് ഇപ്പോഴേ ഏത് വീഡിയോ ഇട്ടാലും നേരത്തെ വ്യൂസ് പെട്ടെന്ന് വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം പല ചാനലുകളിലും വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ ഇടുമ്പോഴാണ്, അപ്പോൾ അത്രയും ക്വാളിറ്റിയോട് കൂടെ ഇടുമ്പോഴേ ബോറടിക്കാതെ ജനങ്ങൾ കാണേണ്ട രീതി അത് വീഡിയോ കാണുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളത് നമ്മൾ ഇടാൻ ശ്രമിക്കണം. ഏകദേശം 5 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ നമ്മൾ ഇടാൻ ശ്രമിക്കുക. ഈ 4000 വാച്ച് അവർ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടേണ്ടത് മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ. കൂടാതെ സബ്സ്ക്രൈബറും ഈ 4000 വാച്ച് അവർ ആയാലേ ഉള്ളൂ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. 4000 വാച്ച് അവർ എന്ന് പറയുന്നത് 365 ദിവസത്തിലാണ്. ഈ 365 ദിവസത്തിൽ അപ്പോൾ ഇന്ന് മുതൽ ഈ 1000 വാച്ച് അവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം 365 ദിവസമുണ്ടല്ലോ. അപ്പോൾ ഈ ദിവസത്തിനുള്ളിൽ നമുക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഈ 1000 വാച്ച് അവർ ക്യാൻസലായി പോകും. അപ്പോൾ ഈ ദിവസം കഴിഞ്ഞാൽ, അടുത്ത വർഷം ഈ ദിവസം കഴിഞ്ഞാൽ അത് ക്യാൻസലായി പോകും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാലേ മോണിറ്റൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെ ഈസിയാണ്. നമ്മൾ ഒന്നും വിചാരിക്കാതെ തന്നെ വീഡിയോ ഇട്ടുകൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം കിട്ടിയാൽ കിട്ടട്ടെ, വേണമെങ്കിൽ കിട്ടും എന്ന് കരുതി ഇടാതെ ഒരു നല്ലൊരു ഇതായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ മോണിറ്റൈസേഷൻ ആയാൽ മാത്രമേ നമുക്ക് ഈ പ്രവൃത്തി തുടർന്നാൽ മാത്രത്തുള്ളൂ ക്യാഷ് കിട്ടത്തുള്ളൂ. 4000 മണിക്കൂർ വാച്ച് അവർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത്. ഈ 4000 വാച്ച് അവർ എന്ന് വെച്ചാൽ 2,40,40,000 മിനിറ്റാണ് ഉള്ളത്.
അപ്പോൾ നമുക്കൊരു 7 മിനിറ്റിൻ്റെ വീഡിയോ ഇടുകയാണെങ്കിൽ എല്ലാവരും 7 മിനിറ്റ് കാണണമെന്നില്ല. ആവറേജ് ഒരു നല്ല വീഡിയോ ആണെങ്കിൽ 5 മിനിറ്റെങ്കിലും മാക്സിമം 42,000 പേർ കാണുകയാണെങ്കിൽ ഒരു വീഡിയോയുടെ കാര്യമാണ് പറയുന്നത്. 7 മിനിറ്റിൻ്റെ വീഡിയോ ഇടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ കാണുന്ന വ്യൂസ് ഒരു 48,000 വ്യൂസ് കിട്ടിയാൽ ചാനൽ മോണിറ്റേഷൻ ആവാൻ വളരെ ഈസി ആകും. 1000 സബ്സ്ക്രൈബ് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസത്തിൽ മോണിറ്റേഷൻ ആവാൻ സബ്സ്ക്രൈബ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. നമ്മൾ നല്ല ആലോചിച്ച് മാത്രമേ നല്ലൊരു കണ്ടൻറ്റും നല്ലൊരു വീഡിയോസ് ഇട്ട് പോകുമ്പോഴേ എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഇത്ര സമയത്തിനുള്ളിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1-2 വീഡിയോ ആണെങ്കിൽ ഒരു വീഡിയോ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയ്ക്കാണെങ്കിൽ മോണിറ്റേഷൻ ആവാൻ പറ്റും. അപ്പോൾ ഞാനൊരു വീഡിയോയിലാണ് ഇത്രയും വാച്ചറാവാൻ എനിക്ക് പറ്റിയത്. അതിന് മുന്നേ തന്നെ 1000-1500 വാച്ചവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ എനിക്ക് വാച്ചവറാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർക്ക് റിയാക്ഷൻ വീഡിയോനൊക്കെ എടുത്ത് ചെയ്യാനായിട്ട്. സാധാരണ കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ റിയാക്ഷൻ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്നൊരു ട്രെൻഡിങ്ങിലോട്ട് കയറി പോകും, നല്ലൊരു വ്യൂസും കിട്ടും. എല്ലാവരും ആളാവും എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ട്രെൻഡിനായിട്ട് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ലേ, അപ്പോൾ ആ ടോപ്പിക് അനുസരിച്ച് റിയാക്ഷനൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വൈറലാകാൻ സാധ്യതയുണ്ട്. അപ്പം കുക്കിംഗ് ഉള്ള വീഡിയോസ് ആയാലും അതൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഇട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിങ്ക് ചെയ്ത് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മോട്ടിവേഷൻ ആകാൻ പറ്റും. നമ്മൾ എത്രയോ കാലം പഠിച്ചിട്ട് ഒന്നും ആവാൻ പറ്റുന്നില്ല. നമ്മളൊന്ന് ട്രിക്കോട് കൂടി വീഡിയോസ് ചെയ്താൽ, നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ, ഞാനിപ്പോഴാണ് ട്രിക്ക് അറിഞ്ഞ് കൊണ്ടിരിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഒതുങ്ങിക്കൂടി അങ്ങനെ ചെറിയ ചെറിയ ഷോർട്സൊക്കെ എടുത്ത് പോകുന്നതാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കി ഒരു വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പോയിന്റിലൂടെയും ചിലർക്ക് ഒരു വീഡിയോസിൻ്റെ ഒരു ഐഡിയ കിട്ടുക. അപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ ചെറിയൊരു പോയിന്റ് മാത്രമായിരിക്കും നിങ്ങൾക്കൊരു വീഡിയോസിന് വേണ്ടി ഉപകാരപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊന്ന് നോക്കണം. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അത്രയും കണ്ടൻറ്റൂടെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ 6 മിനിറ്റ് ആളുകൾ കാണുകയാണെങ്കിൽ 8 മിനിറ്റുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ 6 മിനിറ്റിനുള്ളിൽ എല്ലാവരും 40,000 വ്യൂസ് കാണുകയാണെങ്കിൽ നമുക്കൊരു വാച്ച് അവർ കംപ്ലീറ്റ് ആയി. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവും. ഏകദേശം ഒരു 10 മിനിറ്റോളം വീഡിയോ നമ്മൾ ഇടാൻ ശ്രമിക്കുക. നമ്മൾ ഡെയിലി വീഡിയോ ഇടുക, എങ്കിലേ വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ പറ്റത്തുള്ളൂ. ഷോർട്സ് ഇടാം, അത്രയും പ്രതീക്ഷയുള്ളവർ ഷോർട്സ് ഇടുക. ഷോർട്സിലൂടെയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 3 ലക്ഷം വ്യൂസ് കിട്ടുകയാണെങ്കിൽ അതിലൂടെയും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ട്രിക്കോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ, താങ്ക് യു.